പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ, വചനം ധ്യാനിക്കുന്നവരാ, നന്മ ചെയ്യുന്നവരാ, ചർച്ചിൽ പോകുന്നവരാ, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ നമ്മുടെ നാവിനെ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നാം ഈ ചെയ്യുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ലാതെയായി പോകും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നാവിനെ സൂക്ഷിക്കുക. നാവ് കൊണ്ട് നാം എന്തു പറയുന്നോ അതാണ് നമ്മൾ. ജീവിത അനുഭവങ്ങളെ നോക്കി, മറ്റുള്ള വ്യക്തിത്വങ്ങളെ നോക്കി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ നോക്കി നാം എന്തു പറയുന്നോ അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മളുടെ നാവിന് വലിയ അധികാരമുണ്ടെന്ന് നാം തിരിച്ചറിയണം. സദൃശ്യവാക്യം 18-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം ഞാൻ പലവട്ടം നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വചനം പറയുന്നത് മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും പോലും നാവിന് അധികാരമുണ്ട്. അതായത് നാം നിരന്തരം ജീവൻ പറയുന്നുവെങ്കിൽ, നന്മ പറയുന്നുവെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തെ നോക്കി, തലമുറകളെ നോക്കി, കുടുംബത്തെ നോക്കി, ദൈവസഭയെ ഏൽപ്പിച്ച ശുശ്രൂഷയെ, ചുറ്റുപാടിനെയൊക്കെ നോക്കി ഒന്ന് നന്മ ആ നാവ് കൊണ്ട് വിതച്ചേ, നിങ്ങൾ നന്മ കൊയ്യും. നോക്കി അനുഗ്രഹിക്കുക, നോക്കി നന്മകൾ പറ, സൗഖ്യം പറ. എത്ര വിരോധമായ സാഹചര്യമാണെങ്കിലും നിങ്ങൾ ആ പറയുന്ന വാക്കുകളെ സ്വർഗം മാനിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വളരെ ശ്രദ്ധിച്ച് നാവിനെ ഉപയോഗിക്കുക. ഉപ്പിനാൽ രുചി വരുത്തിയത്, കൃപയോട് കൂടിയ വാക്കുകൾ നമുക്ക് പറയാം. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. ആ മുറിവുകൾ ചിലപ്പോൾ എന്നേക്കുമായി നിലനിൽക്കുന്നതായിരിക്കാം. ആയതുകൊണ്ട് നാം മൂലം മറ്റ് ഹൃദയങ്ങളിൽ സ്കാറുകൾ ഉണ്ടാകണ്ട, പാടുകൾ, മുറിപ്പാടുകൾ ഉണ്ടാകണ്ട. നാവിനെ സൂക്ഷിക്കുക. ഇന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം, നാവിനെ ഒത്തിരി സൂക്ഷിക്കും. ദൈവഹിതമല്ലാത്ത ഒറ്റ വാക്കിന്റെ നാവിൽ നിന്ന് വരത്തില്ല. ജീവിത സാഹചര്യങ്ങളെ നോക്കി ഞാൻ തിന്മ പറയത്തില്ല. ഇപ്പോൾ വേദനയും പ്രയാസവും ഒക്കെ ആയിരിക്കാം, എന്നാൽ ഇതെന്നെ തകർക്കുവാനാണെന്ന് പറയാതെ ഇതെന്റെ നന്മയ്ക്കാണെന്ന് ഞാൻ പറയും. അതേ പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് സ്വയം അനുഗ്രഹിക്കുക, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് തന്നെ നല്ല അവയവമാകുന്ന നാവിനായി സ്തോത്രം. ഇത് നന്മയ്ക്കായി ഉപയോഗിപ്പാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ അങ്ങ് ഇരിക്കണമേ. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. അവർ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ സ്വയമായി ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ എല്ലാം ഇന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാം നന്മയ്ക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് വിളിച്ചു പറയുന്നു. നന്ദി നാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.